നിങ്ങൾ സാധാരണ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിൽ അതുപോലെ വെക്കാം, ചൂടാക്കിയിട്ട് വെക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഈ ചൂടാക്കിയ വെള്ളം നോക്കിയാൽ ശവത്തിന്റെ നാറ്റം ഉണ്ടാവും. മറ്റേ വെള്ളത്തിൽ ചെറിയ കൃമികളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. ബ്ലാക്ക് ആൽക്കലൈൻ വാട്ടർ ആണ്, ബോട്ടിൽഡ് വാട്ടർ ഡിഫറെന്റ് ആണ്, ഫ്ലേവേർഡ് വാട്ടർ ആണ് ബിസ്ലരി. അതുകൊണ്ട് നമ്മൾ ആ ഫ്ലേവർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെറിലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽഡ് വാട്ടർ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കിയാൽ ഇതിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പ്രത്യേകതരം എയർ കയറ്റി വിടുക, അതായത് O3 ആക്കുക. ഈ O3 എന്ന് പറഞ്ഞൊരു തലം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ജീവാംശങ്ങൾ മുഴുവൻ മരിച്ചു. ഒരു ദിവസം കഴിയുമ്പം ഇത് O2 ആയി മാറുകയും നമുക്ക് കുടിക്കാനുള്ള ദ്രാവകത്തിൽ വെള്ളം എന്ന ദ്രാവകത്തിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ട്, ഒരുപാട് വൈറസ് ഉണ്ട്, ഒരുപാട് ഫംഗസ് ഉണ്ട്. ഇതിനെല്ലാം നമ്മൾ പ്രതിരോധിച്ച് വെള്ളം നമുക്ക് തരേണ്ട അമൂല്യമായ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ഇയാൾ ബോട്ടിൽഡ് വാട്ടർ കുടിക്കുന്നതാണ്. അപ്പൊ അതിന് പകരം നിങ്ങൾ വീട്ടിലെന്താ ചെയ്യുക? ചൂടാക്കിയിട്ട് കുടിക്കും അല്ലേ? ചൂടാക്കുമ്പോൾ ഈ കൃമികീടങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയി മെഡിക്കൽ സയൻസ് പോലും ലേറ്റസ്റ്റ് ആയി മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് വെള്ളം ചൂടാക്കി കുടിക്കുക. ചൂടാക്കി എന്താ പറ്റണ പറ. പലരും ഇപ്പൊ ഈ കേൾക്കുന്നവരിൽ ഒരു 80% കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചൂടാക്കിയിട്ടാണ് കുടിക്കുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ സാധാരണ നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിൽ അതുപോലെ വെക്കാം, ചൂടാക്കിയിട്ട് വെക്കാം. 2 ദിവസം കഴിയുമ്പോൾ ഈ ചൂടാക്കിയ വെള്ളം നോക്കിയാൽ ശവത്തിന്റെ നാറ്റം ഉണ്ടാവും. മറ്റേ വെള്ളത്തിൽ ചെറിയ കൃമികളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടാവും. കാരണം അതിലെല്ലാം മരിച്ചുപോയി. ഇതിലെല്ലാം ഈ മൂവ് ചെയ്യുന്ന സാധനം അതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ബോട്ടിൽഡ് വരുമ്പം അതിനെ ഫിൽട്ടർ ചെയ്യുന്നു. പറ്റുന്നതൊക്കെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മൾ ഫിൽട്ടറിങ് പ്രോസസ്സിൽ നടക്കുന്നത് അതിൻ്റെ നെറ്റിലൂടെ വാട്ടർ മോളിക്യൂൾ പോകാൻ പറ്റില്ല. അതിനേക്കാളും ചെറിയ ഹോളിലാണ് ഇപ്പം ഇന്ന് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഫോഴ്സ്ഫുള്ളി അത് പുഷ് ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിച്ച് അതല്ലാത്ത സംഭവങ്ങളൊക്കെ അവിടെ ഫിൽട്ടർ ചെയ്യപ്പെടും. പുറത്ത് വരുമ്പോഴത്തേക്കും ആ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് പിന്നെയും മിക്സ് ചെയ്തിട്ട് വെള്ളമാവും. ഈ പ്രോസസ്സിലൂടെ എനിക്ക് കിട്ടുന്നത് പരിശുദ്ധമായ വെള്ളമാണ്. ഓരോ കമ്പനികളും തരുന്നതിൽ ഈ പറഞ്ഞിട്ടുള്ള മിക്സിംഗ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പറയുന്നത് തന്നെ സ്പാർക്കിൾഡ് വാട്ടർ, സ്പാർക്കിൾഡ് വാട്ടർ കുടിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മൾ ഓരോ വെള്ളം കുടിക്കുന്ന സമയത്തും അതിൻ്റെ മുകളിൽ ടോപ്പിൻ്റെ കളർ നോക്കിയാൽ ഓരോ കമ്പനിക്ക് പച്ച, വയലറ്റ്, ബ്ലാക്ക് ആൽക്കലൈൻ വാട്ടർ ആണ്, ബോട്ടിൽഡ് വാട്ടർ ഡിഫറെൻ്റ് ആണ്, ഫ്ലേവേർഡ് വാട്ടർ ആണ് ബിസ്ലരി. അതുകൊണ്ട് നമ്മൾ ആ ഫ്ലേവർ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ അഡിക്റ്റഡ് ആവും. അതിനകത്ത് ഞാൻ അങ്ങനെ കുറച്ച് അഡിക്റ്റഡ് ആണ്, കാരണം സ്ഥിരമായിട്ട് ബിസ്ലരിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓരോരാൾക്കും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്ന തരത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ചായ കുടിക്കുന്ന ആൾ കാപ്പി കുടിക്കുന്ന ആൾ ചായ കുടിക്കാത്തത്, അതുപോലെ വെള്ളത്തിനും നമുക്കൊരു ഫ്ലേവർ കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് ചേർന്ന് പോകുന്നു. ആ ബോട്ടിലിൻ്റെ കളർ നോക്കി ഇങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നവർ വളരെ കുറവായിരിക്കും. ഇത് നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ പ്രോസസ്സ്. ഇപ്പം ഞാനിപ്പം സാധാരണ ഒരു ഹോട്ടലിൽ പോയിട്ട് വെള്ളം കുടിക്കുന്നതിന് പകരം ഞാൻ ചിലപ്പോൾ അവിടുന്ന് സോഡയോ അല്ലെങ്കിൽ ലിംകയോ കുടിക്കുന്നതിന് വെച്ചാൽ അത് കുറച്ചും കൂടി നല്ല പ്രോസസ്സിങ് നടത്തിയിട്ട് വന്നിരിക്കുകയാണെന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ അടുത്ത കാലത്ത് എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് ഭക്ഷണം വന്നു. ഞാൻ വെള്ളം ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു യു ഡിഡ്ന്റ് ഓർഡർ എന്നാ. അപ്പോൾ ഞാൻ ഓർഡറിങ് നോ. അപ്പോൾ അയാൾ ചോദിച്ചത് പൈപ്പ് വാട്ടർ വേണോ അല്ല ബോട്ടിൽ വാട്ടർ വേണോ. അപ്പോൾ പൈപ്പ് വാട്ടറിനും ബോയിൽഡ് വാട്ടർ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു. പൈപ്പ് വാട്ടർ നിങ്ങൾക്ക് ടേബിളിൽ സർവ് ചെയ്യണമെങ്കിൽ സർവീസ് ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്തു. അയാളും കളക്ട് ചെയ്യുന്ന അവിടെ തന്നെയാണ്, പക്ഷെ അവിടുന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുതരാൻ ഓരോ ഗ്ലാസ്സിനും സർവീസ് ചാർജ് കൊടുക്കണം. ഇന്ത്യൻ ഹോട്ടലാന്ന് അറിയണം, ഗാന്ധിയുടെ പേരിൽ വന്നു. അല്ല അതാണ് കറക്റ്റ്. ഓക്കെ, സർവീസിനെ വില മതിക്കണം. അപ്പൊ സർവീസ് ചാർജ് കൊടുക്കണം. പക്ഷെ നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ അവിടെ എന്താ പ്രത്യേകത? അത് ക്ലീൻ വാട്ടറാണ്. ഞാൻ ഓസ്ട്രിയയിൽ പണ്ട് പോയ സമയത്ത് നമ്മുടെ ഹോട്ടലിലൊക്കെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഹോട്ടലിൽ വെള്ളമില്ല. അപ്പൊ ഞാൻ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു വാഷ്റൂമിൽ നിന്ന് എടുത്തോളാം. വാഷ്റൂമിൽ നിന്ന് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് എടുത്ത് കുടിക്കുക, അത്ര പ്യൂറാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് അത് ഡേർട്ടി ആവില്ലേ എന്ന് പറഞ്ഞു. ഡോണ്ട് യൂസ് ദ വേർഡ് ഡേർട്ടി, ഇറ്റ് മേ ബി മഡി. അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് വരുന്നത്, അപ്പൊ മഡി അല്ല. ഇപ്പം അപ്പോഴാണ് നമ്മൾ ഗ്രാസ് റിവർ കാണുന്നത്. ഗ്രാസ് റിവർ ഒഴുകുന്നതിന്റെ തൊട്ടടുത്ത് ഗാർഡൻ, ആ റിവറിനെക്കാളും വീതിയിലാണ് ഗാർഡൻ. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഫെൻസിങ്, പിന്നെ ഒരു സോഷ്യൽ ഫോറസ്ട്രി. അപ്പൊ അതിനകത്തേക്ക് എന്തെങ്കിലും സാധനം ഇടണമെങ്കിൽ
ഇതിനെയൊക്കെ കവർ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ വല്ല പിന്നെ ഡ്രോൺ ഉപയോഗിച്ച് കൊണ്ട് അതിനകത്ത് ഇടേണ്ടി വരും. എത്ര എറിഞ്ഞാൽ പോലും അതിനകത്ത് എത്തില്ല. ആരും അറിയില്ല എന്നുള്ള വേറെ കാര്യം. ഇവിടുത്തെ പ്രത്യേകത സാറിന് അറിയാലോ, അതറിയാം. എല്ലാ വേസ്റ്റും പോകുന്നത് അതിനകത്ത്. വേസ്റ്റ് പോട്ടെ, ഫാക്ടറികളുടെ വേസ്റ്റ് ഒരു പക്ഷേ നമുക്ക് വേസ്റ്റ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് ഞാനിപ്പോ അവിടെ പോയിട്ട് ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്കത്ര സേഫ് ആയിട്ട് പറ്റില്ല. പൈപ്പും വെള്ളവും ഡ്രൈനേജ് വെള്ളവും എല്ലാം കൂടി മിക്സ്ഡ് ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് ഐ ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ ഈ അതിനുള്ള വാക്സിനേഷൻ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ ഞാനൊരു ഫോറസ്റ്റിലാണ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വെള്ളം ശുദ്ധമാണ്. അവിടെ നിന്ന് നേരെ വരുന്നത് ഉറവകളിലൂടെയാണ്. അത് ഒരിക്കലും അൺടൈഡി ആവില്ല, ഡേർട്ടി ആവില്ല. മാക്സിമം കുറച്ച് പൊടിയോ മണ്ണോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനകത്ത് അതിൻ്റേതായ കുറേ ഫലഭൂയിഷ്ടമായിട്ടുള്ള സംഭവം. എന്തുകൊണ്ടാണ് ആൾക്കാർ പിന്നെ ഇവിടെ പോകുന്നത്, കുംഭമേളക്ക് പോകുന്നത്? എല്ലാ ഹിമാലയത്തിലുള്ള വെള്ളത്തിലും ഒഴുകി വരുന്ന കുറേ വൃക്ഷലതാദികളുടെയും മരുന്നുകളുടെയും ഒക്കെ മിക്സ് ആ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട്. നമ്മളെന്തിനാ തുളസി ഇട്ടിട്ട് വെള്ളം കുടിക്കണത്? രാമച്ചിട്ടിട്ട് എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? അപ്പോൾ അതുമാത്രം ഉണ്ടായിരുന്ന ഒരു ഗാർഡനിലൂടെ ഒഴുകി വരുന്ന വെള്ളം എത്ര ശുദ്ധമാവും? അപ്പോൾ ഏതിൽ നിന്ന് വരുന്നു, എവിടെ വരുന്നു, അതിൻ്റെ ഒറിജിൻ എന്താണ് എന്നൊക്കെ അറിയുമ്പോൾ എൻ്റെ ശരീരത്തിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രകൃതി എനിക്കുണ്ടെങ്കിൽ, എനിക്കതിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ കുടിക്കുന്നത് നല്ലതാണ്. തിളപ്പിച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലത് തിളപ്പിക്കാത്തതാണ്. അപ്പോൾ ആ ഇൻബോൺ ആയിട്ടുള്ള ഒരു ഇതൊക്കെ വാക്സിനേഷനാണ്. ആ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഐ ആം ഗെറ്റിംഗ് സെറ്റപ്പ് ഫോർ അത്തരത്തിലുള്ളൊരു പത്രം. നമ്മൾക്ക് അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള, അതിനേക്കാളും കൂടുതലാണ് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളത്. നമുക്ക് ഈ പലതരത്തിലുള്ള ഫെലോഷിപ്പുകളും സ്കോളർഷിപ്പുകളും എബ്രോഡിൽ പഠിക്കാൻ കൊടുക്കുന്നില്ലേ? എന്തിനാണ് കൊടുക്കുന്നത്? ലെവൽ ഓഫ് വാക്സിനേഷൻ ആണ്. നമ്മളെ അവരുടെ ഫേവറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫേവറബിൾ ആക്കിയിട്ട് കുറെ ആൾക്കാർ പോകുമ്പോൾ എൻ്റെ ഈ രാജ്യത്തെക്കാളും ഞാൻ ആരെ സ്നേഹിക്കാൻ തുടങ്ങും? എനിക്ക് ഫെലോഷിപ്പ് തന്ന രാജ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങും. ഇത് ഒരു തരത്തിലുള്ള ഒരു സോഫ്റ്റ് ആൾക്കാരെ അവരുടെ ഒരു മതോന്മത്തരാക്കും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരിലേക്ക് ഡിപ്പെൻഡബിൾ ആക്കാം. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളതിലേക്ക്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ICU, ഇപ്പം ചെറിയ കുട്ടികൾ ICU പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റ് ഉണ്ട്, നിയോനാറ്റൽ കെയർ. ഇപ്പോൾ ഡോക്ടറാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഡോക്ടർ വീണ. നമ്മളൊരു ICUവിൽ കയറിയാൽ, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളുടെ ICUവിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ICUവിൽ കയറിയാൽ ഒരു മിനിമം ഒരു 20 പേഷ്യൻസ് ഉണ്ടാവും. കച്ചവടമാണ്. ഈ 20 പേഷ്യൻസ് കവേർഡാണ്. അതിനകത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട്. ചെരുപ്പ് നമ്മൾ മാറിയിട്ട് കയറണം. അതിനകത്തേക്ക് ഇടാൻ വേണ്ടി അവരൊരു ഗൗൺ തരും. ഇതെല്ലാം കണ്ട് നമ്മൾ രോഗിയെ കണ്ടിട്ട് തിരിച്ചിറങ്ങും. അതിനകത്തിരിക്കുന്ന ഈ AC എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതിനകത്തുള്ള എല്ലാം സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരാളിലുള്ള രോഗം മറ്റൊരാൾക്ക് കൂടി പകർത്തി കൊടുക്കും. സർക്കുലേറ്റ് ചെയ്യും, ഇന്നർ സർക്കുലേഷൻ. അതായത് അതിനകത്ത് രോഗാണുക്കളെ എയറിനെയും ഓക്സിജനെയും, അതിനകത്തുള്ള ഓക്സിജൻ കണ്ടന്റ് ആണ് അത് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. ഇതേ സ്ഥലത്ത് കിടക്കുന്ന നല്ലതാണ്. അത് ഡോക്ടർ മനസ്സിലാക്കിയിട്ട് ഏത് അത്തരം അതിനേക്കാളും വലുതല്ല പുറത്തുള്ള ലോകം. അല്ല, അവിടെ ജീവിക്കാൻ പറ്റുന്നവർക്കൊക്കെ പുറത്ത് ജീവിക്കാൻ പറ്റുന്നത് പ്രൂവ് ചെയ്ത് കൊടുക്കുന്ന. അല്ല, ഞാൻ ചിന്തിച്ചിട്ടുള്ള ഇതിനകത്ത് ഇത്രയും ഇപ്പം എന്തായാലും ഹെൽത്ത് വൈസ് ഒരു എന്തെങ്കിലും ചലഞ്ചസ് ഉള്ള ഒരാളെ ആയിരിക്കുമല്ലോ ICUവിൽ കിടത്തുന്നത്. അപ്പോൾ അയാൾക്ക് ആ ICUവിൽ കിടക്കുന്ന എല്ലാ രോഗികളുടെയും രോഗത്തിന്റെ ചലഞ്ചസിലൂടെ അയാൾ കടന്നു പോകണം. അത് മാത്രമല്ല ട്രോമ. ഇപ്പൊ ഞാൻ കിടക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ ഞാൻ സാധാരണ രാത്രി കിടന്നുറങ്ങുന്ന സ്ഥലം, അവിടെ കഴിഞ്ഞ ദിവസം ആരോ മരിച്ചു കിടന്നൊരു ബെഡിലാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ, ഞാൻ എല്ലാവരോടും പറയാം, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഭഗവാനെ എന്നെ ICUവിലേക്ക് കൊണ്ടുപോകരുത്. ഞാൻ എവിടെയാണോ അവിടെ ചത്തുപോയാലും കുഴപ്പമില്ല, ഡോക്ടറെ കാണാതെ മരിച്ചു പോകണം എന്നുള്ള ആഗ്രഹമുള്ളതാണ്. അല്ല രീതി. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ്, ഇപ്പം നമ്മളൊരു 25 കുട്ടികൾ, നമ്മൾ ചൊല്ലുന്നൊരു മന്ത്രം ഉണ്ട്, അറിയോ അതിന് വേണ്ടിയിട്ട്? ജീവിതം ബന്ധനാ മൃത്യോർമുക്ഷീയമാമൃതാത്മ. എന്നെ ഈ കക്കിരിയില്ലേ, വെള്ളരിക്കൊക്കെ, അത് കട്ട് ചെയ്താലേ അതിൽ നിന്ന് മുറിച്ചു മാറ്റാൻ പറ്റുള്ളൂ. വെള്ളരിക്ക നമ്മൾ വലിച്ചാൽ അത് നല്ലോണം പഴുത്തിരിക്കുന്ന വെള്ളരിക്കായാലും അതിന്റെ ആ വള്ളി അടക്കം നമ്മുടെ കൂടെ വരും. ഓക്കെ, അതുപോലെ എൻ്റെ ജന്മം എൻ്റെ ജീവനുമായിട്ട് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണേതാണ്. അത് കട്ട് ചെയ്താലേ മാറ്റാവൂ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
ഉർവാരുകമിവ ബന്ധനാത്, മൃത്യുഞ്ജയ മന്ത്ര. അല്ല, ഈ ഒരു കോൺസെപ്റ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക്, അതായത് ഇപ്പം നമ്മൾ ICU കിടത്തുന്നു, ICU കിടത്തിയിട്ട് ICU എന്തായാലും അതിനകത്ത് AC ഉണ്ട്. ആ AC-യുടെ അല്ല, തെറ്റാണ്. തെറ്റാണ്. 2, നമ്മൾ ബന്ധുക്കളെ കാണാൻ പറ്റാണ്ട് മരിക്കാൻ പോകുന്ന അതിനേക്കാൾ ഉപരി നമ്മൾ ഏറ്റവും ജീവിതത്തിൽ ഭയക്കുന്ന ബീപ്പ് സൗണ്ട്. ഇത് ഇത് നമ്മുടെ തലയുടെ മുകളിലാണ് വെക്കുക, അല്ലെ കുഞ്ഞുങ്ങളുടെ തലയുടെ മുകളിലാണ് വെക്കുക. ഒരു ബീപ്പല്ല, 3 യന്ത്രം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പി അടുത്ത. എത്ര ഹൊറിബിളായ ഒരു സാഹചര്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് കോയമ്പത്തൂർ ഏതൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയ സമയത്ത് വിസിറ്റേഴ്സ് ആർ വെൽക്കം. ഞാൻ ICU പോയിട്ട് രോഗികളൊക്കെ കണ്ടു. ഇതിനൊക്കെ എതിരെ ഒന്ന് സംസാരിക്കാനും ശബ്ദിക്കാനും അല്ല, ഇതിന്റെ ഒരു ഹാർഡ് കോർ റീസൺ, കാരണം വലിയ ബിസിനസ് ആണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, ഇതിന് പാരലായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്. അതിന് പാരലായിട്ട്, അതാണ് ഞാൻ പറയാറുള്ളത്, സാധാരണ ജീവിത കല എന്ന് പറഞ്ഞ്, ജീവന കല എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. ആർട്ട് ഓഫ് ഡെത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. എങ്ങനെ മരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ചാവുന്ന സമയത്താണ് ഈ ICU കൊണ്ടുപോകുക. പണ്ട് ഒരു ഓൾഡ് ഏജ് ഹോമിന്റെ ആൾക്കാർ വന്ന സമയത്ത് സീനിയർ സിറ്റിസൺ ഫോറം ഹൈദരാബാദിൽ ഒരു ടോപ്പിക് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ, ഈ ചാവാൻ പോകുന്നവർക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ടോപ്പിക് തരാം. ആർട്ട് ഓഫ് ഡെത്ത്. അന്ധകാലേച്ച മനസ്സേ സ്മരേൻ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, അവസാന കാലം, അവസാന കാലത്തും കൂടി എന്നാണ് പറയുന്നത്. ചാന്ന് പറഞ്ഞാൽ കൂടി എന്നാണ്. നിങ്ങൾ എന്നെ വിചാരിച്ചാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കൊള്ളാന്നാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ മക്കളുടെ പേര് നാരായണൻ കൃഷ്ണൻ എന്നൊക്കെ ഇട്ടത്. ഇവന് ഭക്തിയൊന്നും ഇല്ലെങ്കിലും നാരായണാന്നെങ്കിലും വിളിച്ചിട്ട് ചത്തുപോയാലേ ഭഗവാൻ ഇത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഇവന് മോക്ഷം കൊടുത്തിട്ട് വെച്ചിട്ടാണ്. ഏറ്റവും സുഖമായ മരണമാണ് ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യം. സുഖമായ ജീവിതമല്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷെ അവസാന കാലം കൃഷ്ണരാമ ഗോവിന്ദ എന്നാവുന്ന സമയത്ത് അവരുടെ ജന്മം എന്താണെന്ന് നോക്കിയാൽ നല്ല മരണമില്ല എന്ന്. അതൊരു എനിക്കൊന്ന് 80% ആൾക്കാർക്കും അത് നിഷേധിക്കുന്നു. അത് നമ്മളാണ് ചെയ്യുന്നത്, ഈ സൊസൈറ്റിയാണ് ചെയ്യുന്നത്. ഈ കാശിയിലൊക്കെ പോയി താമസിച്ച് മരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നല്ല കുറേ സിനിമകളുണ്ട്. ഒരാൾ കാശി പോണു, മരണം ആഗ്രഹിച്ചിട്ട്, പക്ഷെ അയാൾ മരിക്കുന്നില്ല. എന്ത് ചെയ്യും? എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കും. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്ന വലിയ കുഴപ്പമാണ്. അങ്ങനെ കുറച്ച് സെന്റേഴ്സ് ഉണ്ട് അവിടെ കാശിയില്ല. നമ്മൾ ഇത്ര ദിവസങ്ങളിൽ മരിച്ചില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ പറയുന്ന. അതായത് ICU കിടുമ്പോൾ പ്രകൃതിയിൽ നിന്ന് അയാൾക്ക് കിട്ടേണ്ട ഗുണങ്ങളെ എല്ലാം ബ്ലോക്ക് ചെയ്യാണ്. ബന്ധുക്കളിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും നമുക്ക് എല്ലാ ICU അടച്ചുപൂട്ടാൻ പോകും. അല്ല, ICU അടച്ചുപൂട്ടണോ എന്നുള്ളതല്ല, ICUവിന്റെ ഡിസൈൻസ് മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലെങ്കിലും ഓപ്പൺ എയറിൽ മനുഷ്യന് നല്ല വലിയ ഹോളെങ്കിലും ആവണം. ICU വളരെ കൺജസ്റ്റഡ് ആയിട്ട്, എയർ കണ്ടീഷൻഡ് ആയിട്ട്, ഈ പറയുന്ന എയർ സർക്കുലേഷൻ കൊടുത്തിട്ട് ഒരാളുടെ രോഗം മറ്റേ പകർന്നു കൊടുത്ത്, ചെറുപ്പക്കാരൊക്കെ 40 ബിലോ ഉള്ളവരൊക്കെ ക്ലോസ്ഡ് ICU, 60 ശേഷമുള്ളവരൊക്കെ അല്ലേ. ഇതിപ്പോ നമുക്ക് വിഷണറി ആയ ആൾക്കാർ മെഡിക്കൽ മേഖലയിലും ഇത്തരം സ്ഥലത്തും ഇത്തരം ബോധവും ബുദ്ധിയുള്ളവരൊന്നും അവിടെ പോയി കിടക്കില്ല. അല്ല, ഇത് ഞാനൊരു കാര്യം ചോദിച്ചു. നിന്ന് ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു, എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല എവിടെ എന്നെ ട്രീറ്റ് ചെയ്യണം. എൻ്റെ കൂടെ നിൽക്കുന്ന ആളോ എൻ്റെ ബന്ധുക്കളോ, അത് നമ്മുടെ എല്ലാ അവസ്ഥയും അതാണ്. നമ്മുടെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു ICUയിലേക്ക് മാറ്റുകയാണ്. പിന്നെ അവിടെ ഈ രോഗം, എനിക്ക് തോന്നുന്നു ICUവിനെ അതിജീവിച്ച് വരുന്നവൻ വാക്സിനേറ്റഡ് ആണെന്ന് പറയാം. അല്ല, അവസാന നമ്മുടെ ഷിപ്പ് ഓഫ് തെസിസ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടില്ലേ? അതിനകത്ത് ജെയിൻ മുനി ജീവിതത്തിൽ എല്ലാ പാറ്റേൺസ് ഓഫ് ലൈഫും ജെയിനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വേറെ വെഗാനിസം എന്ന് പറയുന്ന, നമ്മൾ വേഗൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ മാത്രം ജീവിച്ച ഒരാൾ അവസാനം നിർബന്ധപൂർവ്വം മെഡിസിൻ കഴിപ്പിക്കുമ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസങ്ങളെയും അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുകയാണ്. അവരുടെ ജീവിതം തന്നെ പോയി. ഇത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അവസാനം കൊടുക്കുന്നത് എന്താണ്? എല്ലാ തരത്തിലുള്ള 3 തരത്തിലുള്ള ഫുഡ് ഉണ്ടെന്ന് ഞാൻ പറയാം. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, പിന്നെ മെഡിസിൻ. ഇത് രണ്ടിലും പെടാത്ത ഒരു സാധനമാണ്. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. ഇപ്പൊ ഈ നമ്മൾ മനുഷ്യന് സുഖമരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണല്ലോ സർപ്പദോഷം ഏറ്റിട്ട് മരിക്കാൻ പോകുന്ന വ്യക്തിക്ക് അദ്ദേഹം പറഞ്ഞ എന്താണ്? പുരാണ കഥകളൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാനും കേൾക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഭാഗവതം ഒക്കെ വരുന്നത്.